അപ്പൊ സ്റ്റാർട്ട് ചെയ്യാല്ലേ? 9 പേരായിട്ടുണ്ട്. എല്ലാവരും കേൾക്കുന്നുണ്ടോ എന്ന് ജസ്റ്റ് ഒന്ന് ചാറ്റിൽ റിപ്ലൈ ചെയ്യും. സ്ക്രീനും കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ, സ്ക്രീനും കാണാൻ പറ്റുന്നുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൂടെ ഒന്ന് കൺഫേം ചെയ്യാം. ആക്ച്വലി ഇന്നത്തെ സെഷൻ കുറച്ചുകൂടെ ഇന്ററാക്റ്റീവ് ആക്കാന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതാണ് ഞാൻ ഗ്രൂപ്പിൽ എല്ലാവരും ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്തൊന്നാണ്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയം ഉണ്ടെങ്കിൽ കുറച്ചുകൂടെ അടിപൊളിയായിരിക്കും. അപ്പൊ നമുക്ക് ഇത് കഴിഞ്ഞൊന്ന് ബാക്കി ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ബാക്കിയുള്ളവർ ഒന്ന് ചെയ്തോ. കാരണം ഇപ്പൊ ഞാൻ ഈ സെലക്ട് ചെയ്ത മോസ്റ്റ്ലി നിങ്ങൾക്ക് എല്ലാവരും അപ്പുറം കുറെ പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയമുള്ളവരായിരിക്കും. SJCT പാലയാണ്. മോസ്റ്റ്ലി കോട്ടയം അറൗണ്ട് ആണ് മാക്സിമം എടുത്തിട്ടുള്ളത്. അത് ഭാവിയിൽ എന്തെങ്കിലുമൊക്കെ മീറ്റപ്പും അങ്ങനെയൊക്കെ വെക്കാൻ വേണ്ടി. അപ്പൊ കുറച്ചുകൂടെ നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും പരിചയം ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. കുറച്ച് പേര് കാലിക്കറ്റും തൃശ്ശൂർ അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ മാക്സിമം എടുത്തിരിക്കുന്നത് കോട്ടയം ഭാഗത്തു നിന്നുള്ളവരൊക്കെ വെച്ചത് വെച്ച് കഴിഞ്ഞാല് ഞാൻ അവിടെയാണ് പഠിച്ചത്, RIT-യിലാണ് പഠിച്ചത്. അപ്പോ കുറച്ച് അവിടെയൊക്കെ എല്ലാവരും പരിചയമുള്ളതുകൊണ്ട് അവിടെ എന്തെങ്കിലും മീറ്റപ്പ് ഒക്കെ വെക്കുകയാണെങ്കിൽ കുറച്ചും കൂടെ ആക്സസിബിൾ ആണ് എനിക്ക് ആ പ്ലേസ്. സോ അതാണ് അങ്ങനെ വെച്ചത്. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ സെഷൻ മോസ്റ്റ്ലി അറൗണ്ട് ഡിസൈൻ തിങ്കിങ് ആയി. ഡിസൈൻ തിങ്കിങ് എന്ന് വെച്ചാൽ ആക്ച്വലി ഡിസൈൻ എന്ന് പറയുന്നത് എപ്പോഴും എസ്തെറ്റിക്സ് അല്ലെങ്കിൽ അത് ഭംഗിയാക്കുക എന്നുള്ള കോൺസെപ്റ്റ് അല്ല. മോസ്റ്റ്ലി എല്ലാവരും അങ്ങനെയാണ് തുടങ്ങുമ്പോൾ. ഞാനായാലും തുടങ്ങുമ്പോൾ കുറച്ചുകൂടി അടിപൊളിയാക്കാം, മോർ എലമെന്റ്സ് ആക്കുക, അടിപൊളി ഫോണ്ടഡ് ആക്കുക, കളർഫുൾ ആക്കുക, അങ്ങനെയൊക്കെയാണ് ഞാനും തുടങ്ങിയത്. പക്ഷെ ഡിസൈൻ ആക്ച്വലി ഒരു പ്രോബ്ലം സോൾവിങ് മെത്തഡോളജി അല്ലെങ്കിൽ ഒരു പ്രോസസ്സാണ് പ്രോബ്ലം സോൾവ് ചെയ്യുന്നത്. അപ്പൊ അതിൽ തന്നെ ആക്ച്വലി ഡിസൈൻ തിങ്കിങ് എന്ന് പറയുന്നത് നമ്മളെ ഇപ്പൊ ക്രിയേറ്റീവ് ആയിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. നമുക്ക് ലോജിക്കലായി ചിന്തിക്കുക അല്ലെങ്കിൽ സ്ട്രൈറ്റ് ഫോർവേഡ് സൊല്യൂഷൻസോ അല്ലെങ്കിൽ ഫോർമുലാസോ വെച്ച് സോൾവ് ചെയ്യാൻ പറ്റാത്ത കുറെ പ്രോബ്ലംസ് ആണ് ലൈഫിൽ അല്ലെങ്കിൽ കൂടുതൽ ഉണ്ടാവുക. അപ്പൊ അതുപോലുള്ള ക്രിയേറ്റീവ് പ്രോബ്ലംസ് സോൾവ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഡിസൈൻ യൂസ് ചെയ്യുക. ആക്ച്വലി ഡിസൈൻ ഇൻ ദ സെൻസ് ഓഫ് സോൾവിങ് പ്രോബ്ലംസ്. അപ്പൊ ആ ഒരു പ്രോസസ്സിനാണ് ആക്ച്വലി ഡിസൈൻ തിങ്കിങ് എന്ന് പറയുന്നത്. ഇതിപ്പോ നമ്മള് പ്രൊഡക്റ്റ് ഞാൻ പറഞ്ഞു, ഇപ്പൊ നമ്മള് ആപ്പ് ഉണ്ടാക്കുകയാണെങ്കിൽ മോസ്റ്റ്ലി അത് യൂസ് ചെയ്യുന്ന ആൾക്കാരുടെ പെർസ്പെക്റ്റീവിലായിരിക്കണം ഈ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നുണ്ടാവും. അല്ലാണ്ട് നമ്മളൊരു അസംഷനില് ഇത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുമായിരിക്കും അങ്ങനെയൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് അട്ടർ ഫെയിലിയർ ആയിട്ട് ആ പ്രൊഡക്റ്റ് മാറും. അപ്പൊ ആ ഒരു പ്രോസസ് ഓഫ് തിങ്കിങ് ഫ്രം ദി സൈഡ് ഓഫ് യൂസർ, അതായത് യൂസർ സെൻട്രിക് ആയിരിക്കണം നമ്മൾ എന്ത് സൊല്യൂഷൻസ് ആയാലും. ഇപ്പോൾ പ്രൊഡക്റ്റ് ബിൽഡ് ആണെങ്കിൽ അതും എന്ത് ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ അത് ആരാണോ കാണുന്നത് അല്ലെങ്കിൽ ആരാണോ ഉപയോഗിക്കുന്നത് അവർക്ക് വേണ്ടിയുള്ളതായിരിക്കും. അപ്പോൾ ആ ഒരു പ്രോസസ്സാണ് നമ്മൾ ഡിസൈൻ തിങ്കിങ് എന്ന് പറയുന്നത്. ഈ പ്രോസസ്സ് 5 സ്റ്റേജസ് ആയിട്ടുള്ളത്. ഒന്ന്, ഫസ്റ്റ് സ്റ്റേജ് എംപത്തൈസ്. ഡീറ്റെയിൽ ആയിട്ട് പറയാം, ജസ്റ്റ് പറഞ്ഞു. എംപത്തൈസ്, ഡിഫൈൻ, ഐഡിയേറ്റ്, പ്രോട്ടോടൈപ്പ്, ടെസ്റ്റ്. ഇത് ആക്ച്വലി നമുക്കത് കാണാം ഇവിടെ ഇങ്ങനെ ലീനർ ആയിട്ട് പോകുന്നതാണ്. പക്ഷേ അതുപോലെ തന്നെ ഇപ്പൊ എംപത്തൈസിന് ഡിഫൈനിലേക്ക് പോവാം, എംപത്തൈസിന് പ്രോട്ടോടൈപ്പിലേക്ക് പോവാം. ഇപ്പൊ ആക്ച്വലി ഇത് ഒരു ലീനിയർ പ്രോസസ് ആണെന്ന് പറയുമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള പോലെ ട്വീക്ക് ചെയ്യാം, അല്ലെങ്കിൽ കംഫർട്ടബിൾ ആയിട്ട് അല്ലെങ്കിൽ വേണ്ട ഏത് രീതിയിലാണ് നമ്മുടെ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്നത് അതിനനുസരിച്ച് ട്വീക്ക് ചെയ്യാം, അല്ലെങ്കിൽ നോൺ ലീനിയർ ആയിട്ട് നമുക്ക് ഈ പ്രോസസ്സിനെ യൂസ് ചെയ്യുന്നതാണ്. അപ്പൊ ആദ്യത്തെ എംപത്തൈസ് എന്ന് പറയുന്ന സാധനം അണ്ടർസ്റ്റാൻഡിങ് ദി നീഡ്സ് ഓഫ് ദോസ് യു ആർ ഡിസൈനിങ് ഫോർ. നമ്മൾ പറഞ്ഞു മൊത്തത്തിൽ ആഫ്റ്റർ ദി റിസൾട്ട് ബിൽഡ് ചെയ്യുന്ന എന്തിനാണെന്നുള്ളത് ആ യൂസർക്ക് വേണ്ടിയിട്ടാണ്.
അപ്പോ എംപത്തൈസ് എന്ന് പറയുന്നത് നമ്മൾ ആ ആൾക്കാർ സിമ്പത്തി അല്ലെങ്കിൽ എംപത്തൈസ് നമ്മൾ കേട്ടിട്ടുണ്ടോ? സിമ്പത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അല്ലെങ്കിൽ അതിന് പറയുന്നത്, അതായത് ആൾക്കാർ എങ്ങനെയാണ് ബിഹേവ് ചെയ്യുക അല്ലെങ്കിൽ അവരുടെ തോട്ടില് അവരുടെ വ്യൂ പോയിന്റിൽ കാണുക. ഇതിലിപ്പോ നിങ്ങൾ കാണുന്ന ഒരു കുട്ടിയുടെ പടവും ഒരു ബാഗ് പോലത്തെ ഒരു സാധനം, കുട്ടിയുടെ കഴുത്തുന്ന ഒരു നെസ്റ്റ് ആണ് എംബ്രൈസ് നെസ്റ്റ് എന്ന് പറയാം. ആക്ച്വലി ഇതിന്റെ പിന്നിൽ ഭയങ്കര ഒരു കഥയുണ്ട്. സ്റ്റാൻഫോർഡിൽ ഡിസൈൻ സ്കൂൾ എന്ന് പറഞ്ഞിട്ട് ഒരു ഡിസൈൻ സ്കൂൾ ഉണ്ട്. അവിടെ ആക്ച്വലി ഒരു വർക്ക്ഷോപ്പ് പോലെ ഒരു സെഷൻസ് ഉണ്ട്. അതായത് ഒരു 1 വീക്ക് അല്ലെങ്കിൽ ഒരു അങ്ങനെ ഒരു ഇതിന്റെ ഇടയിൽ ഒരു പ്രോബ്ലം കൊടുത്തു ഒരു സെറ്റ് ഓഫ് ഗ്രൂപ്പിന്. അതായത് മോർട്ടാലിറ്റി റേറ്റ് ഓഫ് ചിൽഡ്രൻസ് ബോൺ ഇൻ നേപ്പാൾ ഈസ് വെരി ഹൈ. അപ്പോ ഇത് മോസ്റ്റ്ലി സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാല് ഏർലി സ്റ്റേജ് ബർത്ത് ഉണ്ടായി കഴിഞ്ഞാല് കുട്ടികൾക്ക് പിന്നെ ശരിക്കും ആ ഒരു ചൂട് കിട്ടണം, അമ്മയുടെ ചൂട് കിട്ടണം. അപ്പൊ നേപ്പാളിൽ അറിയാം, നമുക്കറിയാം ഹിമാലയത്തിന്റെ സൈഡ് അല്ലെങ്കിൽ ആ ഒരു റിമോട്ട് ഏരിയയിലൊക്കെ ഭയങ്കര തണുപ്പായിരിക്കും. അപ്പോ മോസ്റ്റ്ലി ഇവിടെയൊക്കെ സംഭവിക്കുന്നത് തന്നെയാണ്. ഏർലി സ്റ്റേജിൽ കുട്ടികൾ ജനിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇൻക്യുബേറ്ററിൽ കുറച്ചു കാലം കടത്തും അവരുടെ ആ ഒരു ഗ്രോത്ത് സ്റ്റേജ് കംപ്ലീറ്റ് ആകുന്നവർ അങ്ങനെയൊക്കെ. അപ്പോ ഇതൊക്കെ അഫോർഡബിൾ അല്ലാത്തതുകൊണ്ടാണ് ആൾക്കാര് ഹോസ്പിറ്റലിൽ എത്തുന്നത് അല്ലെങ്കിൽ അവിടെ മോർട്ടാലിറ്റി റേറ്റ് സംഭവിക്കുന്നത് ഈ ഇൻക്യുബേറ്റർ ആക്സസിബിൾ അല്ലാത്തതുകൊണ്ടാണെന്നുള്ള, അഫോർഡബിൾ അല്ലാത്തുള്ള ഒരു അസംഷനിലാണ് ആക്ച്വലി ഇവിടെ തുടങ്ങുന്നത്. അപ്പൊ ഈ ഇൻക്യുബേഷൻ സാധനം ആൾക്കാർക്ക് അഫോർഡബിൾ ആക്കാം, മോർട്ടാലിറ്റി റേറ്റ് കുറക്കാം ചിൽഡ്രൻസിന്റെ. അതായിരുന്നു ഇവരുടെ പ്രോബ്ലം, ഇവർക്ക് സോൾവ് ചെയ്യേണ്ട പ്രോബ്ലം. അപ്പൊ ഇവര് ഡിസൈൻ സ്കൂളിൽ അവിടെ ഇരുന്ന് ചിന്തിക്കുമ്പോൾ നമ്മളെല്ലാവരും ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടുമ്പോൾ ആദ്യം ചിന്തിക്കുക എങ്ങനെ മെഷീൻ, ഈ ഹോസ്പിറ്റൽ ഇൻക്യുബേഷൻ മെഷീൻ നമുക്ക് ചീപ്പായിട്ട് ബിൽഡ് ചെയ്യാം, ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള പാർട്സ് ഒക്കെ വെച്ച് ഈ സാധനം ബിൽഡ് ചെയ്യാന്നായിരുന്നു അത് ചിന്തിച്ച്. അങ്ങനെ അതിൽ ഒരാൾ ആക്ച്വലി നേപ്പാളിലേക്ക് പോവാണ്. എന്താണ് ചുമ്മാ ഫീൽഡ് നോക്കാൻ, എന്താ സംഭവിക്കാൻ നോക്കാൻ നേപ്പാളിൽ പോയി. അവിടെ എത്തിയ ഹോസ്പിറ്റലിൽ ഒരു ഹോസ്പിറ്റലിൽ പോയി അവിടെ ഡോക്ടറെ കണ്ടു. ഇൻക്യുബേഷൻ സെന്റർ അവിടത്തേക്ക് പോയപ്പോഴാണ് മനസ്സിലായത് എല്ലാ ഇൻക്യുബേഷൻ എക്യുപ്മെന്റ്സ് അവിടെ എംപ്റ്റി ആണ്, അതായത് ആരും യൂസ് ചെയ്യുന്നില്ല. ഇപ്പൊ പുള്ളിക്കാരെ ക്യൂരിയസ് ആയി, ഇത്രയും മോർട്ടാലിറ്റി റേറ്റ് നടക്കുന്ന ഇവിടെ എന്തുകൊണ്ട് ഇത് യൂസ് ചെയ്യുന്നില്ല എന്നുള്ളത്. കാരണം എന്തായാലും ചിലപ്പോൾ അഫോർഡബിൾ അല്ലാത്തതുകൊണ്ട് യൂസ് ചെയ്തവരുണ്ടാവും, പക്ഷെ അഫോർഡബിൾ ആയവരും ഇത് യൂസ് ചെയ്യുന്നില്ല, എന്തുകൊണ്ടാന്നുള്ളത്. ഇപ്പോഴാണ് ഇവര് അറിഞ്ഞത് ആക്ച്വലി മോസ്റ്റ്ലി വീട്ടിലാണ് അവിടെ ബർത്ത് സംഭവിക്കുക, അല്ലെങ്കിൽ റിമോട്ട് ആയിട്ടുള്ള ഏതെങ്കിലും ഒരു ഏരിയയിലായിരിക്കും. അപ്പൊ സിറ്റിയിലേക്ക് അല്ലെങ്കിൽ ഈ ഹോസ്പിറ്റലിലേക്ക് ആൾക്കാർ എത്തുന്നില്ല. ആ ഒരു സംഭവം ആക്ച്വലി അറിഞ്ഞപ്പോ ഇവർ ബിൽഡ് ചെയ്യാൻ ഉദ്ദേശിച്ചത് ഒരു ചീപ്പായിട്ടുള്ള ഒരു ഇൻക്യുബേറ്റർ ആയിരുന്നു. ഇവർ ആക്ച്വലി ആ തോട്ടേ മാറി. ഹോസ്പിറ്റലിന് ആക്ച്വലി ഇനി ഒരു അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഇൻക്യുബേറ്റർ കൂടി ഉണ്ടാക്കിയോണ്ട് കാര്യമില്ല. അപ്പം എന്ത് ചെയ്യാം, ഈ വീട്ടിലേക്ക് അങ്ങനെ ആൾക്കാരുടെ കയ്യിൽ സാധനം എത്തിക്കാം, അല്ലെങ്കിൽ അവിടെ എങ്ങനെ ഈ ഇൻക്യുബേറ്റർ എത്തിക്കാം എന്നുള്ള ഒരു തോട്ടില് ഉണ്ടായ ഒരു പ്രൊഡക്റ്റ് ആണ് ആക്ച്വലി ഈ എംബ്രൈസ് എന്ന് പറയുന്ന സാധനം. അപ്പൊ ഇത് ആക്ച്വലി ഇവിടെ കാണാം റൈറ്റ് സൈഡിൽ 3 പാർട്സ് ആണ്. ഒരു ബാഗ് ഉണ്ട്, പിന്നെ ഒരു ബോക്സ് ഉണ്ട്, പിന്നെ ഒരു ചെറിയൊരു പൗച്ച് ഉണ്ട്. അപ്പൊ ഈ ചെറിയൊരു പാർട്ട് ഉണ്ടോ, അതൊരു ഫേസ് ചേഞ്ചിങ് ഒരു മെറ്റീരിയൽ ആണ്. അപ്പൊ അത് ചൂടാക്കി കഴിഞ്ഞാൽ ഒരു 6 hours അതിൽ ഹീറ്റ് നിൽക്കും. എന്നിട്ട് ഈ ബാഗിനകത്ത് ഒരു ചെറിയൊരു പൗച്ച് ഉണ്ട്, ഭയങ്കര സേഫ് ആയിട്ടുള്ള ഒരു ഇതാണ്. അപ്പൊ കുട്ടികൾക്ക് ചൂട് അതുവഴി അങ്ങനെ കിട്ടും. ഇതിൽ തന്നെ ഇവരിത് ബിൽഡ് ചെയ്ത് കുറച്ചു കാലം ഓടിച്ചു നോക്കി, പിന്നെ ചുമ്മാ ഫീൽഡിലേക്ക് പോയി ഒരു ഇന്ത്യയിൽ വന്നു. പിന്നീട് ഇന്ത്യയിൽ വന്ന് ഇവിടെ ഒരു പുള്ളിക്കാരനോട് ഇങ്ങനെ ജസ്റ്റ് യൂസർ ഫീഡ്ബാക്ക് എടുക്കായിരുന്നു. അപ്പൊ ഇവർ ആദ്യം ഇതില് ഒരു ഡിസ്പ്ലേ ഉണ്ട്, എത്ര ഒരു ടെമ്പറേച്ചർ ഇത് ആക്കണം, നമ്മുടെ ബോഡി ടെമ്പറേച്ചറിനനുസരിച്ചുള്ള ഒരു ടെമ്പറേച്ചർ സെറ്റ് ആണ്. 32 ആണ് ബേബീസിന് എനിക്ക് തോന്നുന്നു, ചിലപ്പോൾ കുറവായിരിക്കും. അപ്പൊ ആ ടെമ്പറേച്ചർ ആയിരുന്നു ഇവർ ആദ്യം ഈ പൗച്ച് ചൂടാക്കി ഈ ഹീറ്റ് ചെയ്യുന്ന സമയത്ത് കാണിച്ചുകൊണ്ടിരുന്നത്. അപ്പോ സംസാരിച്ചപ്പോഴാണ് ഈ യൂസർ പറയുന്നത് ഇവിടെ ആക്ച്വലി വെസ്റ്റേൺ മെഡിസിനെതിരെ ഇന്ത്യയിൽ ഒരു തോട്ടുണ്ട്. അതായത്
ഡോക്ടേഴ്സ് ഡോസ് 500 mg എഴുതിയിട്ടുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഹാഫേ കൊടുക്കും, 250. അപ്പൊ അങ്ങനെ ഒരു തോട്ട് ഇന്ത്യയിലുണ്ട്. അതായത് ഡോക്ടേഴ്സ് എക്സ്ട്രാ എഴുതുന്നതാണുള്ളത്. അപ്പൊ വെസ്റ്റേൺ മെഡിസിൻസ് അല്ലെങ്കിൽ വെസ്റ്റേൺ എക്യുപ്മെന്റ്സ് ഒക്കെ ഇപ്പം നിങ്ങൾ 32 ചൂടാക്കാൻ പറഞ്ഞാല് നമ്മളൊരു 28-25 ഒക്കെ ആക്കുള്ളൂ. അപ്പൊ അതും ഇവർ യൂസറിന്റെ അടുത്ത് വന്നപ്പോഴാണ് ഈ ഒരു സാധനം കിട്ടുന്നത്. അതായത് ഓ ഇങ്ങനെയൊക്കെ ഉണ്ടല്ലേ. അങ്ങനെ അവര് ആ ടെമ്പറേച്ചർ കാണിക്കുന്നത് മാറ്റിയിട്ട് ഇത് 32 എത്തിക്കഴിഞ്ഞാൽ ഓക്കെ എന്ന് കാണിക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് മാറി. അപ്പൊ ഇതിൽ ആക്ച്വലി ഈ എക്സാമ്പിൾ നമുക്ക് മനസ്സിലാന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചിന്തിക്കുന്നതല്ല യൂസർ ചിന്തിക്കുക. അതിനൊരു വേറൊരു എക്സാമ്പിൾ പറഞ്ഞത്, ഇപ്പൊ ഞാൻ ആപ്പിൽ വർക്ക് ചെയ്യുന്നതാണ്. നമ്മുടെ ആപ്പിലൊക്കെ ആക്ച്വലി റിവ്യൂ വരും. ചിലപ്പോൾ 1 സ്റ്റാർ ആയിരിക്കും ഇട്ടിട്ടുണ്ടാവുക. 1 സ്റ്റാർ ഇട്ടിട്ട് അടിപൊളി അല്ലെങ്കിൽ കിടില ആപ്പാണ്, ഞാൻ ഇത് ഭയങ്കരമായിട്ട് യൂസ് ചെയ്ത്, അത് ഭയങ്കര പോസിറ്റീവ് ആയിട്ടുള്ള റിവ്യൂ വരും. ഇത് എനിക്ക് ആക്ച്വലി കമ്പനിയിൽ കയറിയോടെ എനിക്ക് ഭയങ്കര കൺഫ്യൂസിങ് ആയിരുന്നു. എന്താ ആൾക്കാർ 1 സ്റ്റാർ ഇട്ടിട്ട് ഇങ്ങനെ അടിപൊളി റിപ്ലൈ തരുന്നുള്ളത്. പിന്നീട് ഞാൻ എവിടെയോ വായിച്ച ഇതുപോലെ ഡിസൈനിന്റെ കുറെ കാര്യങ്ങളൊക്കെ വായിച്ചു പോകുമ്പോഴാണ് മനസ്സിലായത്, ചില ആൾക്കാർ ഈ 1 സ്റ്റാർ ഉദ്ദേശിക്കുക നമ്മൾ 1 റാങ്ക് ഒക്കെ ഇടില്ല, ഫസ്റ്റ് നിങ്ങൾ ഫസ്റ്റ് ആണ് ആ ഒരു തോട്ട് പ്രോസസ്സിലാണ് ആക്ച്വലി ചില ആൾക്കാർ. നിങ്ങളും ചിലപ്പോൾ ആപ്പിലൊക്കെ കണ്ടിട്ടുണ്ടോ 1 സ്റ്റാർ ഇട്ടിട്ട് അടിപൊളി എന്നൊക്കെ അല്ലെങ്കിൽ ഗുഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോ 5 സ്റ്റാർ ആണ് ഇതിന്റെ മാക്സ് അല്ലെങ്കിൽ ഇതിന്റെ അടിപൊളി എന്ന് പറയുന്ന സാധനം ആൾക്കാർക്ക് ഭയങ്കര ഡൗട്ടാണ്. അപ്പൊ അങ്ങനെയാണ് യൂസേഴ്സ്. നമ്മൾ കാണുന്ന പോലെ എല്ലാ യൂസേഴ്സും ഉണ്ടാവുക. അപ്പോ എംപത്തൈസ് ചെയ്യാം, അതാണ് ആക്ച്വലി നമ്മളൊരു പ്രൊഡക്റ്റ് അല്ലെങ്കിൽ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ ഡിഫൈൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു മെയിൻ പ്രോബ്ലം കണ്ടെത്തി. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ ഈ എന്താ കുട്ടിയുടെ വീട്ടിലെത്താത്തതാണ് അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ എത്താത്തതാണ് പ്രശ്നം എന്നുള്ളത്. പിന്നെ ഇതിൽ കുറെ സബായിട്ടുള്ള പ്രോബ്ലംസ് ഉണ്ടാവും. അപ്പോൾ നമ്മളത് മനസ്സിലാക്കാന്ന് വെച്ചാൽ അതിനും ഒരു ബാക്കിലൊരു ഇതുപോലൊരു ആക്ച്വലി ഒരു കഥ ഉണ്ട്. നിങ്ങൾക്ക് ഒരു എർത്തിന്റെ പിക്കൊക്കെ കാണാം അവിടെ. ഇത് ആക്ച്വലി അപ്പോളോ ഫസ്റ്റ് മൂൺ വിസിറ്റ് പോയല്ലോ മനുഷ്യന്മാർ. ആരുടെ മൈക്ക് ഓൺ ആണ്, അതൊന്ന് മ്യൂട്ടായി. അപ്പൊ അവിടെ നമ്മളപ്പോ അതൊരു ഭൂമി കാണുന്നത് ഭയങ്കര വാസ്റ്റ് ആയിട്ട് അൺലിമിറ്റഡ് റിസോഴ്സ് ഉള്ള ഒരു പ്ലാനറ്റ് ആയിട്ടാണ്. ഈ പിക്ചർ ആക്ച്വലി ആ ഒരു തോട്ടിനെ തന്നെ മാറ്റിയ ഒരു വേറൊരു പെർസെപ്ഷനിൽ എർത്തിനെ കാണുമ്പോൾ, പെർസ്പെക്റ്റീവില് എർത്തിനെ കാണുമ്പോൾ അത് മാറി. ആക്ച്വലി ഇത്രയും ചെറിയ സാധനത്തിൽ ഇത്രയും ലിമിറ്റഡ് ആയ റിസോഴ്സിലാണ് നമ്മൾ ഇത്രയും എന്താ പറയാ അതറിയാണ്ട് ജീവിക്കുക എന്നുള്ളൊരു പെർസ്പെക്റ്റീവ് ആക്ച്വലി അവിടെ വന്നു. അങ്ങനെയാണ് ഐ തിങ്ക് 1968 അറൗണ്ട് എന്താണ് ഫസ്റ്റ് അപ്പോളോ മിഷൻ നടക്കുന്നത്. അപ്പൊ ഈ പിക്ചർ ഇറങ്ങിയതിനു ശേഷം കുറെ എൻവയോൺമെന്റൽ മൂവ്മെന്റ്സ് ഒക്കെ ഉണ്ടായി. അങ്ങനെയാണ് നമ്മുടെ എർത്ത് ഡേ ആക്ച്വലി 1970, അതായത് ഈ മിഷൻ കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞിട്ട് എർത്ത് ഡേ ഉണ്ട്. അപ്പൊ ഈ കഥ ഇവിടെ പറയാൻ കാരണം വെച്ച് കഴിഞ്ഞാല് നമ്മൾ ചില പ്രോബ്ലംസ് കാണുമ്പോൾ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ അതിന് വേറൊരു വേർഷൻ കൂടെ നമ്മൾ ആക്ച്വലി കാണണം. അപ്പൊ അതിനെ ഡിഫൈൻ ചെയ്യണം. അതായത് ഈ പ്രോബ്ലത്തിന് നമ്മളിങ്ങനെ പഠിച്ചുകൊണ്ടേയിരിക്കുക. എല്ലാവരും നമ്മൾ മോസ്റ്റ്ലി എല്ലാവരും ചെയ്യാ വെച്ചാൽ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ എന്തെങ്കിലും ചിന്തിക്കും, ഒരു സൊല്യൂഷൻ കിട്ടും, പിന്നെ അത് ചെയ്യും. അതൊക്കെ ചെയ്ത് കുറെ പോകുമ്പോഴായിരിക്കും നമുക്ക് മനസ്സിലാവുക ഓ ഇത് നടക്കില്ല എന്ന്. അപ്പൊ ആദ്യം നമ്മൾ ഈ പ്രോബ്ലം കുറെ ചെയ്ത് കഴിഞ്ഞാല് ഈ സൊല്യൂഷൻ പിന്നീട് കുറച്ചും കൂടി സ്മൂത്ത് ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പൊ നെക്സ്റ്റ് ഐഡേറ്റ് ആണ് ആക്ച്വലി. അപ്പൊ നമ്മൾ ഈ സൊല്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ ഐഡിയ ക്രിയേറ്റ് ചെയ്യുക, ബ്രെയിൻ സ്റ്റോം ചെയ്യാന്നൊക്കെ പറയും. സൊല്യൂഷൻസ് നമുക്ക് എന്തൊക്കെ സൊല്യൂഷൻസ് ഉണ്ടോ, അതായത് ഡിഫർ ജഡ്ജ്മെന്റ് കാണാം. അതായത് നോ മാറ്റർ ഹൗ ഫൂളിഷ് അല്ലെങ്കിൽ ഹൗ വിയേർഡ് എന്താണേലും, ഫണ്ണി ആണേലും വിയേർഡ് ആണേലും നമുക്ക് സൊല്യൂഷൻ ആണെന്ന് തോന്നുന്ന സാധനം ബ്രെയിൻ സ്റ്റോം ചെയ്യുമ്പോഴുള്ള റൂൾ നമ്പർ 1 ആണ് ഡോണ്ട് ജഡ്ജ്. നമ്മളാണേലും ജഡ്ജ് ചെയ്യരുത്, നമ്മുടെ ടീമിലെ ആൾക്കാരാണെങ്കിലും ജഡ്ജ് ചെയ്യരുത്. എന്തൊക്കെ പറ്റുന്നോ അതൊക്കെ അട്ടർ ഫൂളിഷ് ആണെങ്കിലും നിങ്ങൾ പേപ്പറിലോ എവിടെയെങ്കിലൊക്കെ എഴുതി വെക്കാം. അതായത് എഴുതി വെക്കണം, അല്ലെങ്കിൽ പിന്നെ അത് വിട്ടു. അതിങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുക. അതായത് റീച്ച് ഫോർ ക്വാണ്ടിറ്റി, ഐഡിയന്റെ ക്വാളിറ്റി അല്ല ആ സമയത്ത് നമ്മൾ നോക്കണം. നമ്മൾ
നമുക്ക് കിട്ടുന്ന എല്ലാ സ്പാർക്സും എല്ലാ ഐഡിയാസും എഴുതി വെക്കുക. ഈ രണ്ടാണ് ബ്രെയിൻ സ്റ്റോമിങ്ങിന്റെ ആക്ച്വലി എന്താ പറയാ റൂൾസ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പിന്നെ ആഫ്റ്റർ ബ്രെയിൻ സ്റ്റോമിങ്ങിന് ശേഷം അതിന് ശേഷം മാത്രം നമ്മൾ നാരോ ഡൗൺ ചെയ്യും ഏതൊക്കെ ഫീസിബിൾ ആണെന്നുള്ളത്. ഭയങ്കര ഫാസ്റ്റ് ആയിട്ടുണ്ട് കുറച്ച് എന്തായാലും നമ്മൾ കുറച്ചൊരു ക്രിയേറ്റീവ് ആയിട്ട് അല്ലെങ്കിൽ ഒരു രസത്തിൽ വേണമെങ്കിൽ കുറച്ച് കളർ കോഡ്സ് ചെയ്തിട്ട് ഇത് ലീസ്റ്റ് ഫീസിബിൾ സൊല്യൂഷൻസ്, ഇത് ഹൈലി ഫീസിബിൾ സൊല്യൂഷൻസ്, അങ്ങനെ വേണമെങ്കിൽ കളർ കോഡ് ഇതൊക്കെ ചെയ്ത് അതിന് ശരിക്കും നോക്കി പിന്നെ നാരോ ഡൗൺ ചെയ്യാം. പിന്നെ ക്യാപ്ചർ ആൻഡ് മൂവ് ടു പ്രോട്ടോടൈപ്പ്. പ്രോട്ടോടൈപ്പ് നെക്സ്റ്റ് പറയുന്നുണ്ട്, അത് പറയാം. അപ്പൊ ഈ ബ്രെയിൻ സ്റ്റോം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഫീസിബിൾ ആയിട്ടുള്ള കുറച്ച് സൊല്യൂഷൻസ് കിട്ടും. അപ്പോൾ അതിനെയാണ് നമ്മൾ ആക്ച്വലി പ്രോട്ടോടൈപ്പ് ചെയ്യുക. അതിൻ്റെ ഇടയിൽ കിട്ടുന്ന സൊല്യൂഷൻസ് അതിൽ ഏറ്റവും ഫീസിബിൾ ആയത് ഏതാണോ അത് ആദ്യം പ്രോട്ടോടൈപ്പ് ചെയ്യുക, അല്ലെങ്കിൽ സെറ്റ് ഓഫ് സൊല്യൂഷൻസ് ആണെങ്കിൽ അതിനെല്ലാം കൊള്ളിക്കുന്ന ഒരു പ്രോട്ടോടൈപ്പ് ഉണ്ടാകുക. ഇപ്പം നമ്മൾ ആക്ച്വലി ഫിഗ്മനെ പറ്റി ലാസ്റ്റ് സെഷനിൽ പറഞ്ഞത്. ഫിഗ്മ ആക്ച്വലി ഒരു പ്രോട്ടോടൈപ്പിംഗ് ടൂളാണ്. പ്രോട്ടോടൈപ്പിംഗ് ആൻഡ് ഡിസൈൻ ടൂളാണ്. അതിൽ മെയിൻലി നമ്മൾ ഒരു ആപ്പ് ബിൽഡ് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ആക്ച്വലി നമ്മൾ ഈ ആപ്പ് ഡിസൈൻ ചെയ്യും. അതിന്റെ ഏതൊക്കെ ഫ്ലോസ്, എങ്ങനെ യൂസേഴ്സ് പോകണം, ഏത് ബട്ടൺ എവിടേക്ക് പോകണം, എല്ലാം ഡിസൈൻ ചെയ്യും. ആ ഒരു പ്രോട്ടോടൈപ്പ് ബിൽഡ് ചെയ്യും. അതായത് ബിഫോർ ബിൽഡിംഗ് ദി ആക്ച്വൽ പ്രൊഡക്റ്റ് അതിന്റെ ഒരു മോക്കപ്പ് നമ്മൾ ആക്ച്വലി ബിൽഡ് ചെയ്യും. ഇതിന് ഇപ്പൊ ഇവിടെ രണ്ട് കൈൻഡ് ഓഫ് പ്രോട്ടോടൈപ്പ് ആണ്. ഒന്ന് ഈ ലെഫ്റ്റിലുള്ള ജസ്റ്റ് വരയും ജസ്റ്റ് ടെക്സ്റ്റും കളേഴ്സ് ഒന്നും ഇല്ലാത്ത സാധനത്തെ നമ്മൾ ലോ ഫിഡിലിറ്റി പ്രോട്ടോടൈപ്പ് എന്ന് പറയാം. വയർ ഫ്രെയിമിങ് അങ്ങനെയൊക്കെ പറയും. അതായത് കുറച്ചും കൂടി നമുക്ക് പെട്ടെന്ന് ടെസ്റ്റ് ചെയ്യണമെങ്കിലൊക്കെ അങ്ങനെയാണ് നമ്മൾ ആദ്യം ബിൽഡ് ചെയ്യുക. പിന്നെ കുറച്ച് സൊല്യൂഷൻസ് ഒക്കെ നമ്മൾ ടെസ്റ്റിംഗ് ഒക്കെ ഓക്കെ കഴിഞ്ഞാൽ വേണമെങ്കിൽ ഹൈ ഫിഡിലിറ്റി പ്രോട്ടോടൈപ്പ്, അതായത് ഈ കളേഴ്സ് ഒക്കെ ഉള്ളത്. ആക്ച്വലി നിർബന്ധമൊന്നുമില്ല നിങ്ങൾക്ക് വയർ ഫ്രെയിം ചെയ്തിട്ട് ഇതിലേക്ക് പോകണം എന്നുള്ളത്. നിങ്ങൾക്ക് ആദ്യം ഇത് ബിൽഡ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പക്ഷെ റെക്കമെൻഡഡ് സൊല്യൂഷൻസ് മോസ്റ്റ്ലി ഇങ്ങനെയാണ്. പക്ഷേ നമ്മൾ ഒരു കമ്പനിക്ക് പ്രൊഡക്റ്റ് ഒക്കെ ബിൽഡ് ചെയ്യുന്ന സ്റ്റേജിലായിരിക്കും മോസ്റ്റ്ലി ഇത്രയും ടൈം ഒക്കെ എടുത്ത് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ടെസ്റ്റ് ഒക്കെ ചെയ്യാനുള്ള ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ലോ ഫിഡിലിറ്റി പ്രോട്ടോടൈപ്പും തുടങ്ങിയിട്ട് ഹൈ ഇതിലേക്ക് പോകാം. അടുത്തത് ആക്ച്വലി പ്രോട്ടോടൈപ്പ് കഴിഞ്ഞിട്ട് നമ്മൾ ടെസ്റ്റ് ചെയ്യും. ടെസ്റ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു സൊല്യൂഷൻ ബിൽഡ് ചെയ്ത് അതിനെ നമ്മുടെ റിയൽ യൂസേഴ്സിന്റെ ഫീഡ്ബാക്ക് എടുക്കാം, അല്ലെങ്കിൽ നമ്മൾ തന്നെ ഒരു ഇന്റേണൽ ഫീഡ്ബാക്ക് എടുക്കാം. അപ്പൊ ടെസ്റ്റ് ഏർലി ആൻഡ് ടെസ്റ്റ് ഓപ്പൺ, ഇടയ്ക്കിടയ്ക്ക് എന്തായാലും ടെസ്റ്റ് ചെയ്യണം. നമ്മളൊരു ചേഞ്ച് വരുത്തി കഴിഞ്ഞാൽ ആൾക്കാർക്ക് മനസ്സിലാകുന്നുണ്ടോ, അല്ലെങ്കിൽ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ ഇപ്പൊ ആമസോണിന്റെ ഒരു യൂസർ ടെസ്റ്റിംഗ് വീഡിയോ ഞാൻ നോക്കി, അത് കിട്ടിയില്ല. പക്ഷെ ഞാനൊരു വർക്ക്ഷോപ്പിന് പോയപ്പോൾ കണ്ടതാണ്. ആക്ച്വലി ആമസോണിൽ ഇന്ത്യയിൽ വന്നപ്പോൾ അവര് ആദ്യം ടെസ്റ്റ് ചെയ്ത് നോക്കി, കുറച്ച് ആൾക്കാരുടെ അടുത്ത് പോയി ടെസ്റ്റ് ചെയ്തു. ഇന്ത്യയിൽ വന്ന് കുറച്ച് കഴിഞ്ഞിട്ടാണ്. അപ്പോ നിങ്ങൾ കണ്ടിട്ടുണ്ട് ആമസോണിൽ ഇപ്പം ബൈ നൗ എന്നുള്ള ബൈ ബട്ടൺ ആണ്. അപ്പൊ ആദ്യം ഇവര് വെച്ച് ബട്ടൺ എന്താ വെച്ച് കഴിഞ്ഞാൽ ചെക്ക്ഔട്ട് എന്നുള്ള, നമ്മള് കാർട്ടിലേക്ക് ചെക്ക്ഔട്ട് ചെയ്യുന്നല്ലേ. എന്നിട്ട് അപ്പൊ ഒരു യൂസർ ഇത് ടെസ്റ്റ് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ കണ്ടത്. അയാള് പ്രൊഡക്റ്റ് പേജിലേക്ക് സെർച്ച് ചെയ്തു, പ്രൊഡക്റ്റ് പേജ് എടുത്തു, അയാളിങ്ങനെ സ്ക്രോൾ ചെയ്തു, ഇങ്ങനെ വാങ്ങാന്നിട്ട് അയാള് ടെസ്റ്റ് ചെയ്യുന്ന ആ ഒരു വീഡിയോയിൽ ഇങ്ങനെ ചോദിക്കണം, ഇത് വാങ്ങാനുള്ള ബട്ടൺ ഇല്ലല്ലോ. അപ്പൊ ഇയാള് ചെക്ക്ഔട്ട് കാണുന്നുണ്ട്. എന്നിട്ട് അപ്പൊ അയാൾ തന്നെ പറയാണ്, ചെക്ക്ഔട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ആപ്പിൽ നിന്ന് എക്സിറ്റ് ആവുന്നതായിരിക്കില്ലേ, അങ്ങനെയൊക്കെ പറയാം. അപ്പൊ നമ്മള് ചെക്ക്ഔട്ട് ഇന്ത്യക്കാർ മോസ്റ്റ്ലി കേൾക്കുക വെച്ച് കഴിഞ്ഞാല് ഹോട്ടലിൽ നിന്ന് ചെക്ക്ഔട്ട് ചെയ്യുന്ന സാധനമാണ്. അതായത് നമ്മൾ ഹോട്ടലിൽ നിന്ന് നിർത്തി പോകുന്ന ഒരു സെറ്റപ്പാണ് ചെക്ക്ഔട്ട് എന്നുള്ള നമ്മള്, അല്ലെങ്കിൽ ആ പുള്ളി അങ്ങനെ വിചാരിക്കുന്നത്. അപ്പോ അങ്ങനെ അവര് ബൈ ബട്ടൺ ആക്കിയെന്നാണ് ആ പുള്ളി പറഞ്ഞത്. ആമസോണിന്റെ ഒരു ഡിസൈനർ ആയിരുന്നു പുള്ളി. അങ്ങനെയാണ് അതിനുശേഷം ആ ബൈ ബട്ടൺ വന്നത് കഥ. അപ്പോ ടെസ്റ്റിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇതുപോലെ തന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞു, നമ്മൾ പ്രൊഡക്റ്റ് ബിൽഡ് ചെയ്യുന്ന സമയത്തായിരിക്കും നമുക്ക് ഈ എല്ലാ സ്റ്റേജും കഴിഞ്ഞ് നമ്മൾ ഭയങ്കര ഹൈലി ഫണ്ടഡ് കമ്പനിയൊക്കെ ആണെങ്കിലായിരിക്കും മോസ്റ്റ്ലി ഇതൊക്കെ ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പൊ നമ്മളൊരു സ്റ്റാർട്ടപ്പ് ഒക്കെ ആണെങ്കിൽ ഇതില് എല്ലാ സ്റ്റേജൊന്നും ഇപ്പം എംപത്തൈസ്, നമുക്കിപ്പോ സ്റ്റാർട്ടപ്പ് ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് ഇപ്പം ബിൽഡ് ചെയ്യുന്ന യൂസേഴ്സിന്റെ അടുത്തൊന്നും പെട്ടെന്ന് പോയി ചെയ്യാൻ പറ്റുന്നവരില്ല. അങ്ങനെയുള്ള സ്റ്റേജിങ്ങിൽ നമ്മൾ ആക്ച്വലി എ ബി ടെസ്റ്റിംഗ് എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്.
അത് യൂസ് ചെയ്യും. അത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് രണ്ട് സൊല്യൂഷൻസ് ഉണ്ട്. അപ്പോ ആപ്പ് ഇപ്പം റോൾ ഔട്ട് ചെയ്യണം. അപ്പോ ഇപ്പൊ എന്താ പറയാ, ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പൊ ആമസോണിന്റെ ഈ കേസ് തന്നെ എടുക്കുകയാണെങ്കിൽ ആമസോൺ ഒരു വേർഷനിൽ യൂസ് ചെക്ക്ഔട്ട് എന്നുള്ള ബട്ടൺ വെച്ചു, വേറെ സൊല്യൂഷൻ അവർ ബൈ ബട്ടൺ വെച്ചു. അപ്പൊ ഈ രണ്ട് വേർഷനും ഇവർ റോൾ ഔട്ട് ചെയ്യും. റോൾ ഔട്ട് പറഞ്ഞാൽ യൂസേഴ്സിലേക്ക് അപ്ഡേറ്റ് കൊടുക്കും. പക്ഷെ ഇപ്പൊ 100 ആൾക്കാർ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ A/B ടെസ്റ്റിംഗ് എന്ന് പറയുന്നത് ആൾക്കാർ ഇപ്പം 50-50% എടുക്കുന്നു വെച്ചു. അപ്പൊ 100-ല് എന്ന് പറയുന്ന ആൾക്കാർ 50%-ല് നമ്മള് ചെക്ക്ഔട്ട് ബട്ടൺ കാണിക്കും. ബി എന്ന് പറഞ്ഞ 50% ആൾക്കാർ നമ്മൾ ബൈ ബട്ടൺ കാണിക്കും. അപ്പോ ഇത് നമുക്ക് അനലറ്റിക്സിൽ ആക്ച്വലി ഡാറ്റ കിട്ടും, ഏതാണ് ആക്ച്വലി കൂടുതൽ കൺവേർഷൻ, അതായത് സെയിൽ നടക്കുന്നുള്ളത്. ഇപ്പം ചെക്ക്ഔട്ട് ബട്ടൺ നോക്കിയിട്ടാണ് ആൾക്കാർ അതിൽ ഒരു വേർഷനിലാണ് ആൾക്കാർ കൂടുതൽ സാധനങ്ങൾ വാങ്ങുന്നത്, അല്ലെങ്കിൽ ബൈ ബട്ടൺ ഉള്ള വേർഷനിലാണോ കൂടുതൽ സാധനം വാങ്ങുന്നത് എന്നുള്ള ടെസ്റ്റിംഗ് ഒക്കെ ആക്ച്വലി ചെയ്യാൻ പറ്റും. ഇപ്പം റിയൽ സയൻസിൽ ഇപ്പം ആക്ച്വലി ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ബിഗിനിങ് സ്റ്റേജിൽ ആക്ച്വലി ഈ സാധനങ്ങളൊന്നും കാര്യമായിട്ട് ആവശ്യമില്ല. പക്ഷെ ഇതിപ്പം ഈ ഡിസൈൻ തിങ്കിന്റെ കാര്യം ഞാൻ ഇവിടെ പറയാൻ ഉദ്ദേശിച്ചത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നമ്മളെല്ലാവരും തുടങ്ങുമ്പോഴുള്ള, ഞാൻ ആദ്യം പറഞ്ഞല്ലോ, തുടങ്ങുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന ഒരു തോട്ട് ഉണ്ട്, ഇതെങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കുക, അല്ലെങ്കിൽ നമ്മുടെ എല്ലാ സ്കില്ലും ഇതിൽ കാണിക്കണം. എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ എവിടെ നിന്നൊക്കെ എന്തൊക്കെയോ സാധനങ്ങളൊക്കെ കയറ്റി പോസ്റ്ററൊക്കെ ഡിസൈൻ ചെയ്യായിരുന്നു. അങ്ങനെയൊക്കെ ആയിരുന്നു തുടങ്ങിയത്. പക്ഷെ പിന്നെ വരുമ്പോഴാണ് നമുക്ക് അറിയാം വാട്ട് ഈസ് ഇമ്പോർട്ടൻറ്റ്, അത് മാത്രം മതി. ചില ആൾക്കാർ ഡിസൈനിന്റെ ഡെഫിനിഷൻ ആയിട്ട് വരും, ഡിസൈൻ ഈസ് നോയിങ് അബൌട്ട് വാട്ട് ഈസ് നോട്ട് ഇമ്പോർട്ടൻറ്റ്. അപ്പോ ഒരു കൾച്ചർ സാധനമുണ്ട്. അപ്പൊ ഡിസൈനിങ് എന്ന് പറയുന്നത് എസ്തെറ്റിക്കലി സാധനങ്ങൾ ബിൽഡ് ചെയ്യുന്നതല്ല, കാണാൻ ഭംഗിയുള്ള സാധനങ്ങൾ ഉണ്ടാക്കുന്നതല്ല, സൊല്യൂഷൻ അല്ലെങ്കിൽ നമ്മൾക്ക് ഇങ്ങനെയൊക്കെ ചിന്തിക്കാൻ പറ്റും, ഇങ്ങനെയൊക്കെ പോകാൻ പറ്റും, ഒരു ഔട്ട്പുട്ടാണ് ആക്ച്വലി ഞാൻ നിങ്ങളിന്ന് കൂടുതൽ പ്രതീക്ഷ. മീൻസ് നമുക്ക് അറിയുന്ന വലിയ വലിയ ഡിസൈനേഴ്സ് ഒക്കെ മോസ്റ്റ്ലി ഇതുപോലെ വലിയ വലിയ പ്രോബ്ലംസ്, അല്ലെങ്കിൽ ചിലപ്പോൾ ചെറിയ പ്രോബ്ലംസ് ഭയങ്കര ക്രിയേറ്റീവ് ആയിട്ട് ഭയങ്കര രസത്തിൽ ചെയ്ത ആൾക്കാരായിരിക്കും. ചിലപ്പോൾ ഇതുപോലെ നമ്മൾ ഈ എംബ്രൈസ് കണ്ട പോലെ അതൊരു ഭയങ്കര പണിയുള്ള എന്തോന്ന് സൊല്യൂഷൻ, പ്രോബ്ലം സോൾവ് ചെയ്തൊന്നുമില്ല. പക്ഷെ അത് ഭയങ്കര ചേഞ്ച് ഉണ്ട്, ഭയങ്കര ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട്. എനിക്ക് കറക്റ്റ് നമ്പേഴ്സ് കിട്ടിയില്ല, പക്ഷെ ഈ സാധനം വന്നോടെ കുറെ മോർട്ടാലിറ്റി റേറ്റ് ഒക്കെ കുറഞ്ഞു. സാധനമാണ്. സോ ഒരു കൾച്ചർ സാധനം ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആക്ച്വലി നിങ്ങളോട് ഇത് പറഞ്ഞത്. ഇപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം, എന്നിട്ട് നമുക്ക് കുറച്ച് ടൂൾസും കുറച്ച് സാധനങ്ങൾ കാണിച്ചു. എന്തെങ്കിലും ഡൗട്ട്സോ അല്ലെങ്കിൽ എന്തെങ്കിലും ഡിസൈനിനെ പറ്റി എന്തെങ്കിലും നിങ്ങളുടെ സംശയങ്ങളുണ്ടെങ്കിൽ. ഞാൻ കുറച്ചുകൂടി പറഞ്ഞല്ലോ കുറച്ചുകൂടി ഇന്ററാക്റ്റീവ് ആയിട്ടാണ് ഈ സെഷൻ ഉദ്ദേശിച്ചത്. നമ്മള് റിയൽ തിങ്ങിലേക്ക് നാളെ മുതൽ തുടങ്ങും. അപ്പൊ അതിനു മുമ്പ് എല്ലാവരും ഒന്ന് നെറ്റ്വർക്ക് കുറച്ച് ചില്ലാവുക, ഈ ഭീകര അന്തരീക്ഷമൊക്കെ ഒഴിവാക്കാന്നുള്ള മോഡലാണ് ഈ സെഷൻ വെച്ചത്. ഇതിന്റെ ഒരു കംപ്ലീറ്റ് ബുക്ക് തന്നെ ഉണ്ട് ആക്ച്വലി. അതൊന്ന് എടുത്ത് കുറച്ചൊരു അബ്സ്ട്രാക്ട് ആയിട്ട് എടുത്ത സാധനങ്ങളാണ്. അതിനെ എന്തായാലും ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. ഒരു PDF ഫയൽ ഉണ്ട്, ചെറിയൊരു ബുക്കാണ്. ഇത് ആക്ച്വലി ഇതിൽ ഞാൻ പറഞ്ഞ കഥകളും എക്സാമ്പിൾസും അതൊക്കെ അതിലുണ്ട്. അപ്പോൾ വായിച്ചു പോവാം, അടിപൊളി രസം. അപ്പൊ ഡൗട്ടൊന്നുമില്ല. അപ്പൊ അങ്ങനെയാണ് ഞാൻ വേറെ കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. സ്ക്രീൻ വേറെ എക്സിറ്റ് ചെയ്യും. ഡ്രിബിള് എല്ലാവരും ഇന്നലെ കണ്ടിട്ടുണ്ടാന്ന് വിചാരിക്കുന്നു. ഡ്രിബിൾ ആണ് ആക്ച്വലി ഞാൻ കുറെ സാധനങ്ങളൊക്കെ ആക്ച്വലി ഇൻസ്പയർ ചെയ്ത് എടുക്കുന്ന സാധനങ്ങൾ. ഇൻസ്പയർ മീൻസ്
ചിലപ്പോൾ കളർ ടോണൊക്കെ നമുക്ക് ചിലപ്പോൾ സ്റ്റക്ക് ആവും. അപ്പോൾ നമ്മൾ കളർ ടോണ് പരിധി പിടിച്ച് അല്ലെങ്കിൽ നമ്മൾ സ്വന്തമായിട്ട് ടെസ്റ്റ് ചെയ്ത് ഉണ്ടാക്കാനായിട്ട് നല്ലത് ഓൾറെഡി ആൾക്കാർ നല്ലൊരു രസത്തിൽ കളർ ചെയ്ത സാധനങ്ങൾ ഉണ്ടെങ്കിൽ ചിലപ്പോൾ നമുക്ക് പെട്ടെന്ന് പണികൾ തീരും. എക്സാമ്പിൾ കാണിച്ചു തരാം. ഞാൻ സൈൻ ചെയ്തില്ല. അപ്പോൾ അതിലോടാകുമ്പോൾ വേറൊരു ടൂളും കൂടി കാണിച്ചു തരാം. ബിഹാൻസ് എന്ന് പറഞ്ഞിട്ടൊരു ടൂളുണ്ട്. ഇതും ബേസിക്കലി ഇതുപോലെ കുറച്ച് രസം പ്രൊജക്റ്റുകളൊക്കെ വരുന്നിട്ടുള്ളൂ. ഇതിൽ കുറച്ചുകൂടെ പേജസ് അല്ലെങ്കിൽ കുറെ പോസ്റ്റുകൾ നമുക്ക് വേണമെങ്കിൽ കഥകൾ പോലെ ഇപ്പൊ നമ്മൾ ഡിസൈൻ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പ്രോസസ് ഒക്കെ വേണമെങ്കിൽ ഇതിൽ വേണമെങ്കിൽ ഇടാം. നമ്മൾ ആദ്യം വയർ ലോ ഫിഡിലിറ്റി അല്ലെങ്കിൽ വയർ ഫ്രെയിം ചെയ്യുകയാണെങ്കിൽ അതിടാം. പിന്നെ താഴോട്ടേക്ക് പോകുമ്പോൾ ഇങ്ങനെ ഒരു ലീനിയർ ആയിട്ട് ഇതിൽ പോസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷെ ട്രിപ്പിളിൽ ആക്ച്വലി ആ സാധനം പറ്റില്ല. ഞാൻ സെർച്ച് ചെയ്താൽ കാണുന്നില്ല. അപ്പോ ഈ രണ്ട് ടൂളും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ ഇരിക്കുമ്പോൾ നോക്കുന്നത് കുറച്ച് രസം പ്രൊജക്റ്റ് ഒക്കെ വേണം. അപ്പൊ ഇത്ര ഒരു ചെറിയൊരു സെഷനാണ് പ്രാവശ്യം ഇന്ന് ഉദ്ദേശിച്ചത്. വേറെ എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട്. നിങ്ങൾ ടൈമിങ് ആക്ച്വലി നിങ്ങൾക്ക് ഇത് കംഫർട്ടബിൾ ആണോ? ഈ നമ്മളിപ്പോ യൂസ് ചെയ്യുന്ന ഈ സിസ്റ്റം ഉണ്ടല്ലോ ഗോറ്റു മീറ്റിംഗ്, അത് കംഫർട്ടബിൾ ആണ്? ഐ മീൻ ടെക്നിക്കൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഇതൊരു ഫസ്റ്റ് സെഷൻ ആയതുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ പ്രോബ്ലം സോൾവ് ചെയ്യാം. പിന്നെ ടെലഗ്രാം എനിക്ക് തോന്നുന്നു കുറെ പേര് ആക്റ്റീവ് അല്ലാത്തതുകൊണ്ട് കുറച്ച് സാധനങ്ങൾ മിസ് ആവുന്നുണ്ടോ എന്നൊരു ഡൗട്ട് ഉണ്ട്. ടെലഗ്രാമിന് നമ്മൾ ഫ്യൂച്ചർ കമ്മ്യൂണിക്കേഷൻ യൂസ് ചെയ്യണോ അതോ വാട്സപ്പിലേക്ക് വേണമെങ്കിൽ വാട്സപ്പ് മാറാം? അതൊന്ന് വേണമെങ്കിൽ ഇവിടെ പറയാം, അല്ലെങ്കിൽ ഗ്രൂപ്പിൽ പറയാം. ഇവിടെ പറഞ്ഞു എന്തായാലും കുറച്ച് കാര്യങ്ങൾ അങ്ങനത്തെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാം. ഇവിടെ ചാറ്റ് ആയിട്ട് ഇട്ടാൽ മതി. ആദ്യം നമുക്ക് വാട്സപ്പ് ആണോ ടെലഗ്രാം ആണോ വേണ്ടത്? കുറച്ച് പേര് രണ്ടും കൂടെ ആക്ച്വലി കുറച്ച് പണിയായിരിക്കും. കാരണം ചില ആൾക്കാർ മിസ് ചെയ്തു എല്ലാം കൂടെ ഒരു സ്ഥലത്താവുന്നതായിരിക്കും. വേണമെങ്കിൽ നിങ്ങൾക്ക് പേഴ്സണൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ടെലഗ്രാം കംഫർട്ടബിൾ അല്ലെങ്കിൽ വാട്സപ്പിൽ ചോദിക്കാം. പക്ഷെ ഞാനും ആക്ച്വലി വാട്സപ്പ് ഭയങ്കര യൂസ് ചെയ്യാൻ ഭയങ്കര മടിയാണ്. അത് ഞാൻ ടെലഗ്രാം ഞാൻ എപ്പോഴും ലാപ്പിൽ ഓപ്പൺ ആയി കിടക്കുന്നുണ്ട്. മോസ്റ്റ്ലി ടെലഗ്രാമിലാണ് ഉണ്ടാവുക. അതാണ് ടെലഗ്രാം യൂസ് ചെയ്ത് പിന്നെ ഫയൽസ് ഒക്കെ പെട്ടെന്ന് ഷെയർ ചെയ്യാനൊക്കെ കൂടുതൽ അടിപൊളി. വാട്സപ്പിൽ നിങ്ങൾക്ക് ചോദിച്ചാൽ റിപ്ലൈ ഒക്കെ കിട്ടും. ഇപ്പം വിനുവിന് തന്നെ അറിയാം, വിനു കുറച്ച് ഡൗട്ടൊക്കെ ആയിട്ട് ഇടയ്ക്ക് വരുന്നുണ്ടായിരുന്നു. ഇത് ഫിഗ്മ എല്ലാവരും ഡൗൺലോഡ് ചെയ്തു. ഇപ്പൊ നമ്മൾ ടെലഗ്രാം ഫിക്സ് ചെയ്യാല്ലേ? എല്ലാവരും ഓക്കെ ആണെന്ന് തോന്നുന്നു. ടൈമിംഗ് എങ്ങനെയാ? എല്ലാവർക്കും ഈ സമയം ഓക്കെ ആണോ? അതോ
വേറെ എന്തെങ്കിലും ടൈമിലേക്ക് മാറ്റണം. ഒരാൾ 7:30 ആക്കാൻ പറ്റുമോ വെച്ചിട്ടുണ്ട്. 7:30. ഒരു കാര്യം ചെയ്യാം, ഇത് എനിക്കൊന്ന് ടെലഗ്രാമിൽ തന്നെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. എല്ലാവരും ടെലഗ്രാമിൽ എന്തായാലും ആക്റ്റീവായിട്ട് റിപ്ലൈ തരുന്നതാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. പിന്നെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു റെസ്പോൺസ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ എനിക്ക് ഇനി ഇന്ന് ഡൗട്ടായിരുന്നു എല്ലാവരും വരുമോ എന്നുള്ള കാര്യമൊക്കെ, കാരണം ഇട്ടിട്ട് ഒരു റെസ്പോൺസ് ഉണ്ടായില്ല. 7:30 ആണോ 7 ആണോ എന്നുള്ളത് ഒന്ന് ഞാൻ എന്തായാലും ചോദിക്കാം. വേണമെങ്കിൽ നമുക്ക് പോൾ അയച്ചിടാം. വേറെ ഈ നമ്മളിപ്പോ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന കോളിംഗ് സിസ്റ്റം സ്റ്റേബിൾ ആണെന്ന് തോന്നുന്നല്ലേ? ആരും അങ്ങനെ വലിയ പ്രശ്നമില്ലല്ലോ ഇത്. പിന്നെ ഇതിന്റെ നിങ്ങളിപ്പോ കമ്പ്യൂട്ടർ യൂസ് ചെയ്യുന്നെങ്കിൽ ഇതിന്റെ ക്ലയന്റ് ഉണ്ടാവും, അത് ഡൗൺലോഡ് ചെയ്ത് കുറച്ചും കൂടി ക്ലാരിറ്റി ഉണ്ടാവും എനിക്ക് തോന്നുന്നു. ഫിഗ്മയും കൂടെ ഒന്ന് കാണിച്ചു. ഇത് ഫിഗ്മെന്റിന്റെ ഒരു സാമ്പിൾ ഫയൽ പ്രൊജക്റ്റ് ആണ്. എങ്ങനെയാണ് ഇതായിരിക്കും ഇതുപോലെ സ്ക്രീനുകളായിരിക്കും നമ്മൾ ബിൽഡ് ചെയ്യുന്നുണ്ടാവും. വേറെ എന്തേലും ആക്ച്വലി അറിയാനുണ്ടോ, ചോദിക്കാനുണ്ടോ? വേണേ മൈക്കോണൊക്കെ ചോദിച്ചോ, കുറച്ചുകൂടി ലൈവ് ആവട്ടെ. ഇപ്പൊ ഒന്നുമില്ലെങ്കിൽ പ്രാക്ടിക്കൽ ക്ലാസ് നാളിപ്പോ ഞാൻ എന്തായാലും ഈ നമ്മളിപ്പോ കണ്ടോ ഇതിൽ സ്പേസിങ്ങും ഫോണ്ട് യൂസ് ചെയ്യണ്ടും കളേഴ്സ് സാധനങ്ങളൊക്കെ നാളെ തൊട്ട് തുടങ്ങും. അത് മോസ്റ്റ്ലി 1-2 ദിവസം ഉണ്ടാവും. കുറച്ച് പിന്നെ സ്ട്രക്ചർ ചെയ്തില്ല കറക്റ്റ്, ജസ്റ്റ് നോട്ട് ചെയ്തില്ല. അപ്പോൾ അത് 1 hour കൂടുന്നുണ്ടോ എന്ന് നോക്കണം. അത് 1 hour കൂടുകയാണെങ്കിൽ ചിലപ്പോൾ ആ കോള് കുറച്ചൊരു കൂടും അങ്ങനെ കൂടിപ്പോ അങ്ങനെയാണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അല്ലെങ്കിൽ അത് കംഫർട്ടബിൾ അല്ലെങ്കിൽ അത് 2 ദിവസം ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞ് എന്തായാലും നമ്മൾ ഫിഗ്മ ആസ് ടൂൾ അത് തുടങ്ങാം, ഫിഗ്മയിൽ പഠിച്ചു തുടങ്ങും. പിന്നെ അസൈൻമെന്റ് ഞാൻ നേരത്തെ സ്ട്രക്ചർ പറഞ്ഞല്ലോ, ആദ്യം നിങ്ങൾക്ക് ടൂൾസ് ഒക്കെ പറഞ്ഞു തരും. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് 2 ദിവസത്തെ ക്ലാസ് അതായിരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് ഒരു അസൈൻമെന്റ് തരും. അതിന് നമുക്ക് ടൈം പിന്നീട് നമുക്ക് എല്ലാവരും കംഫർട്ടബിൾ എപ്പോൾ സബ്മിറ്റ് ചെയ്യാൻ പറ്റുക അനുസരിച്ച് നമുക്ക് വെക്കാൻ പറ്റും. പിന്നെ ഞാനൊരു ടൈമിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു പോൾ ടെലഗ്രാമിൽ ഇട്ടിട്ടുണ്ട്, അതൊന്നും എല്ലാവരും വോട്ട് ചെയ്തോ. അപ്പൊ അസൈൻമെന്റ് ആയിരിക്കും മോസ്റ്റ്ലി ഫോക്കസ്ഡ് ആയിട്ട് ഫസ്റ്റ് ഒരു സാധനം ഉണ്ടാവും. അപ്പൊ നിങ്ങൾക്ക് ടൂള് ഞാൻ ഇതിൽ കാണിച്ചു തരും. പിന്നെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കാം. അപ്പോൾ അത് കഴിഞ്ഞ് ഞാനൊരു അസൈൻമെന്റ് തരും.
അതായിരിക്കും നിങ്ങളുടെ ഔട്ട്പുട്ട് ആയിട്ട് എനിക്ക് കിട്ടേണ്ട സാധനം. പിന്നെ കുറച്ചും കൂടി ലൈബ്രറി സാധനങ്ങളൊക്കെ പറഞ്ഞുതരും. അത് കഴിഞ്ഞ് ഒരു അസൈൻമെന്റ് കൂടെ ഉണ്ടാവും. അത് കുറച്ചുകൂടി വലിയ അസൈൻമെന്റ് ആയിരിക്കും. ജസ്റ്റ് ആദ്യത്തേത് ഒരു സിംഗിൾ സ്ക്രീൻ അസൈൻമെന്റ് ആയിരിക്കും. ഇതുപോലെ ജസ്റ്റ് ഒരു സ്ക്രീൻ ഉണ്ടാക്കേണ്ടി വരും. മറ്റേത് കുറച്ചുകൂടെ ഒരു 3-4 സ്ക്രീനിൽ ചെയ്യേണ്ട സാധനങ്ങൾ. മൊത്തം കോഴ്സ് അപ്പൊ ഒരു എന്തായാലും നമുക്ക് March 31 തീർക്കാൻ പറ്റും. വേറെ എന്തെങ്കിലും ഉണ്ടോ? പിന്നെ കുറച്ച് ബുക്സ് ഒക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ ആക്ച്വലി പറഞ്ഞുതരാം. നമ്മളൊരു ഡിസൈൻ ഓർഗനൈസേഷൻ ഉണ്ട്, ID എന്ന് പറഞ്ഞിട്ട്. ഇന്റർനാഷണൽ ഓർഗനൈസേഷനാണ്. അവരാണ് ആക്ച്വലി മുമ്പ് ആപ്പിളിന്റെ സാധനങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാനൊക്കെ കുറെ ഹെൽപ്പ് ചെയ്ത ടീം. അവരാണ് ഞാൻ നേരത്തെ പറഞ്ഞ സ്റ്റാൻഫോർഡ് ഡി സ്കൂൾ പറഞ്ഞില്ലേ, ഡിസൈൻ സ്കൂളിന്റെ ഷോർട്ട് ആൻഡ് ഡി സ്കൂൾ. അവരുടെ അവിടുന്ന് വന്ന സ്റ്റുഡൻസ് ആണ് ഈ നേരത്തെ കാണിച്ച എംബ്രേസ് ചെയ്തത്. അപ്പോ അതിന്റെ ഫൗണ്ടേഴ്സ് എഴുതിയൊരു ബുക്ക് ഉണ്ട്, ക്രിയേറ്റീവ് കോൺഫിഡൻസ് പറഞ്ഞിട്ട്. ഞാൻ ഗ്രൂപ്പിലിടാം. അതുപോലെ ഡോൺ നോർമാൻ എന്ന് പറഞ്ഞിട്ട് ഒരു പുള്ളിയുണ്ട്. പുള്ളിയുടെ ഡിസൈൻ ഓഫ് എവറിഡേ തിങ്സ് എന്ന് പറഞ്ഞിട്ടൊരു ബുക്ക് ഉണ്ട്. ഞാൻ ഇതെല്ലാം എന്തായാലും ഇടാം. പുള്ളിയുടെ ആ ബുക്കും കുറച്ചും കൂടെ വായിക്കുന്നവര് എല്ലാവരും വായിക്കുന്നതല്ലായിരിക്കും ആ ബുക്ക്. പിന്നെ അതുപോലെ കുറച്ച് അഡ്വാൻസ്ഡ് ലെവല് അത് നമുക്ക് എന്തായാലും ഇതിൽ ഡിസ്കസ് ചെയ്യാം. ഈ ബുക്കാണ് ഡിസൈൻ ഓഫ് എവറിഡേ. ഭയങ്കര രസമുള്ളതുപോലെ കുറെ ലൈഫ് എക്സാമ്പിൾസ് ഒക്കെ വെച്ച് എങ്ങനെ സാധനങ്ങൾ ഡിസൈൻ ചെയ്യാം, അല്ലെങ്കിൽ കുറെ എന്തൊക്കെ ഡിസൈൻ ചെയ്യരുത് എന്നൊക്കെയുള്ള കുറെ സാധനങ്ങളായിരുന്നു ഇതിൽ പറയാം. എനിത്തിങ് എൽസ്? അതെല്ലാം നമുക്ക് എന്താ പറയുക പോയിന്റ് അപ്പ് ചെയ്യാം. ഓക്കെ അല്ലേ? അപ്പോൾ നാളത്തെ ടൈമിംഗ് നിങ്ങൾ വോട്ട് ചെയ്യുന്നതിനനുസരിച്ചുള്ള ടൈമിംഗ് ആയിരിക്കും. അതനുസരിച്ച് ഇതേ ലിങ്ക് തന്നെ ആയിരിക്കും ഉണ്ടാവുക. പിന്നെ ഇതിന്റെ മൊബൈലിൽ നിന്ന് വരുന്നവരുണ്ടോ എന്ന് എനിക്കറിയില്ല. മൊബൈൽ ആപ്പ് ഉണ്ടോ എന്ന് നോക്കിയിട്ടില്ല. പറ്റുവാണെങ്കിൽ ബ്രൗസറിൽ നിന്ന് ചെയ്യുന്നതിനായിട്ട് ബെറ്റർ ഇതിന്റെ ക്ലയന്റ് ആപ്പ് ഉണ്ടെങ്കിൽ അതും വെബ് സ്റ്റാൻഡ് അലോൺ പ്രോഗ്രാം ഉണ്ടെങ്കിൽ അതൊക്കെ ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. കുറച്ചുകൂടി ക്വാളിറ്റി ഉണ്ട്. വെബിലാകുമ്പോൾ കുറച്ച് നേരത്തെ ടെസ്റ്റ് ചെയ്തിട്ടും ഒരു ഡ്രോപ്പ് ഉണ്ടായിരുന്നു. ഓക്കെ, ആപ്പ് അവൈലബിൾ. അപ്പം വേറെന്തേലും നിങ്ങൾക്ക് ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള സാധനം ഉണ്ടോ? സെഷൻ ചെറുതായി പോകുന്നു. ആദ്യത്തെ 2 ചെറിയ സെഷൻ ആയതുകൊണ്ടാണ് ഇത്ര ഷോർട്ട് ടൈം ആവുന്നത്. കുറച്ച് കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ കുറച്ചുകൂടെ ലോങ് സെഷൻസ് ആയി. വേറെന്തേലും ഇപ്പൊ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യേണ്ട സാധനം എന്തെങ്കിലും ഉണ്ടോ? ഇമ്പ്രൂവ് ചെയ്യണം തോന്നുന്ന എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഫീഡ്ബാക്ക് തരാം.
ധൈര്യമായിട്ട് പറഞ്ഞു, പേടിക്കുന്നു കേട്ടോ. ഓക്കെ. എന്തായാലും ഉണ്ടെങ്കിൽ എനിക്ക് പേഴ്സണലി അയച്ചാലും മതി, പ്രശ്നമില്ല. ഞാൻ പേഴ്സണലി എന്തായാലും പറയാനുണ്ടെങ്കിൽ. മെയിലിൽ തന്ന ലിങ്ക്, മെയിലിൽ ഞാൻ അങ്ങനെ ഒരു ലിങ്ക് തന്നായിട്ട് എനിക്ക് ഓർമ്മയില്ല. ബേസിക് ടൂൾസിന്റെ ഒരു ലിങ്ക് ആദ്യം. ഏത് ടൂളാണ്? ആ വോയിസ് ഓൺ ആക്കി പറഞ്ഞു, പ്രശ്നമില്ല, എനിക്ക് മനസ്സിലായില്ല ഏതാണ് ഉദ്ദേശിച്ചത്. ആ ഗ്രൂപ്പ് ടെലഗ്രാമിൽ ഇട്ട സാധനമാണോ? ഓക്കെ. അതിന്റെ അഡ്വാൻസ് ലെവൽ ഉണ്ടോ ഞാൻ ചോദിക്കാറ്. മറ്റേ ലാസിം എന്ന് പറഞ്ഞ ഉണ്ടാക്കിയത്. ആ വീഡിയോ ഞാൻ പേഴ്സണലി ആക്ച്വലി കണ്ടില്ല, ആ ലിങ്ക്. പക്ഷെ എന്തായാലും ഉണ്ടാവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനങ്ങൾ. എവിടെ വരെ അത് നിൽക്കുന്നുള്ളത് എനിക്ക് അറിയാത്തതുകൊണ്ട് അതിന്റെ അഡ്വാൻസ് ലെവൽ ഏതാണെന്നുള്ളത് എനിക്കറിയില്ല. ജസ്റ്റ് ഞാൻ നോക്കാം, അത് ഞാൻ എന്തായാലും വീഡിയോ ഒന്ന് നോക്കിയിട്ട് പറയാം. വേറെ ചിലപ്പോ ആ പുള്ളിയുടെ തന്നെ പ്ലേലിസ്റ്റിൽ എന്തെങ്കിലും ഉണ്ടാവും വേറെ ടൂൾസിന്റെ. ആ വീഡിയോ ആണോ പറഞ്ഞത്, അതോ മൊത്തം അതിലുള്ള ബാക്കിയുള്ള സാധനങ്ങളായിരുന്നു? എന്തായാലും നാളെ കുറച്ചുകൂടെ യൂസ് ചെയ്യേണ്ട ടൂൾസും കുറച്ചുകൂടെ റെഫർ ചെയ്യേണ്ട സാധനങ്ങളും ഞാൻ എന്തായാലും പറയുന്നുണ്ട്. കുറച്ച് ഇന്ന് ഇത് അറൗണ്ട് ഡിസൈൻ കൾച്ചർ ബിൽഡ് ചെയ്യുന്ന സാധനങ്ങൾ അറൗണ്ട് സാധനം പറയാനാണ് ഇനി. ഡ്രിബിളും ബിഹാൻസ് ഒക്കെ പറഞ്ഞത് നമ്മൾ ഇപ്പോഴേ ടൂൾസിലേക്ക് കിടക്കണ്ട, മീൻസ് അതിന്റെ സമയത്ത് പറയുന്നതാണ് ബെറ്റർ എന്ന് പറയുന്നത്. ഇത് ചുമ്മാ നിങ്ങൾ പോയി നോക്കുക, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് റെഫർ ചെയ്യാനുള്ള കുറെ സാധനങ്ങളൊക്കെ ഉണ്ടാവും. ഇപ്പം വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ ഒക്കെ. അപ്പൊ ഓക്കെ, എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയാം. ടെലഗ്രാമിൽ പറഞ്ഞാൽ മതി. ശരി.